മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ ഹബീബ് ആരാണ്? അല്ലാഹുവിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള സയ്യിദുൽ വസീലയാണ്. ഓ ചെറുപ്പക്കാരാ, നമ്മൾ എത്ര നല്ല നല്ല കാഴ്ചകൾ ഈ ലോകത്ത് കണ്ടു, എത്ര സീനുകൾ നമ്മൾ കണ്ടു. എന്നാൽ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കാഴ്ചയേക്കാൾ വലിയ കാഴ്ച ഏതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമുഖമൊന്ന് കാണണ്ടേ മോനെ, കിനാവിലെങ്കിലും ഒന്ന് കാണണ്ടേ മോനെ. എന്തൊരു ചന്തമാണ്, എന്തൊരു സൗന്ദര്യമാണ്. അക്ഹലുൽ ഐനൈൻ അസജുൽ ഹജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുല്ലുൽ മന്തിഖി ഇദാ طلع تقول هذا البدر المنير. ഓ മുതഅല്ലിമേ, ഓ ചെറുപ്പക്കാരാ, ഒരു രാത്രിയെങ്കിലും ആ പുണ്യഭൂമേനിയെ ഒന്ന് കാണണ്ടേ മോനെ. എന്ത് രസമുള്ള കാഴ്ചയായിരിക്കും അത്. സൗബാന തങ്ങൾ ആലോചിച്ച് കരഞ്ഞ കാഴ്ചയല്ലേ അത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കാത്തിരുന്ന് കണ്ട കാഴ്ചയല്ലേ അത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ കണ്ണു നട്ടിരുന്ന് നോക്കിയ കാഴ്ചയല്ലേ അത്? തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ അണച്ചു പിടിച്ച സാന്നിധ്യമല്ലേ അത്? ആ നന്നായി സ്വലാത്തു ചൊല്ലിക്കോ. മൻ റആനി ഫഖദ് റആനി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ കാണണം. അക്കാഴ്ച ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തരണം. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരി തൂകുന്ന പൂമുഖം കണ്ട് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങ് ചേരണം. ഓ മോനെ, എല്ലാരും നമ്മളെ ഖബറിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങും. എല്ലാവരും പിരിഞ്ഞു പോകും, കണ്ണുനീര് തുടച്ചു കളയും. പിന്നെ കരഞ്ഞുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ പറഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളെ ഖബറടക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ഖബറിൽ വരൂല. അറിയുമോ, നാട്ടിലെത്ര ഖബറുകളാണ് നിങ്ങൾ അടക്കിയത്? ആ ഖബറടക്കത്തിന് കൂടിയതില്ലെന്ന് എത്രയാള് പിന്നെ ഖബറുകൾ വന്നിട്ടുണ്ട്. ചെറിയൊരു ശതമാനമല്ലേ പിന്നെ പോകുന്നുള്ളൂ. മക്കള് പോയെങ്കിലായി, വാപ്പ പോയെങ്കിലായി, അടുത്ത കൂട്ടുകാര് പോയെങ്കിലായി. നമ്മളെ ഖബറടക്കാൻ 1000 ആളുണ്ടായി. പിന്നെ ഖബറുകളിലേക്ക് ഒരിക്കലെങ്കിലും വരുന്ന 100 പേരെങ്കിലും ഉണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ. അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കും പോലെ കിടന്നോ എന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ മടുപ്പില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബറിൽ കിടക്കുന്നു.
മടുപ്പില്ല. കാരണം പുണ്യഭൂമേനിയെ കണ്ടു തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. അവർക്ക് വഹ്ശത്തിന്റെ ഖബറല്ല, അത് ലദ്ദത്തിന്റെ ഖബറാണ്, അത് രസത്തിന്റെ ഖബറാണ്. അതുപോലെ നമ്മളെയും നാളെ ജനങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ കൂരിരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് ഇദാ തഖൂലു ഹാദൽ ബദറുൽ മുനീർ, ബദറുൽ മുനീറായ പുണ്യനബി തങ്ങൾ വരണം. പിന്നെ ഇരുട്ടില്ല. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. തങ്ങൾ വരുന്ന ഖബറിൽ പിന്നെ വെളിച്ചം വേറെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വെളിച്ചമുള്ള ഖബറായി മാറും, പിന്നെ രസമുള്ള കാഴ്ചയായി മാറും. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഖബർ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് നിറഞ്ഞ് കണ്ണ് നിറച്ച് കണ്ടിങ്ങനെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ശബ്ദവും ആരോഗ്യവും അറിവും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഓ ചെറുപ്പക്കാരാ, വൃത്തികേട് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല മോനെ. തോന്നിവാസം കേട്ട് കാത് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ വിളി കേൾക്കാൻ പറ്റൂല മോനെ. അന്യപെണ്ണിനെ പ്രണയിച്ച് കൽബ് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ മഹബത്ത് ഉണ്ടാവൂല മോനെ. വൃത്തികേട് ചെയ്യാൻ കരുതി നടന്നാൽ ഹബീബായ തങ്ങള് കൽബിലുണ്ടാവൂല മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജസുള്ള സ്ഥലത്തിരിക്കൂലല്ലോ, മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കൂലല്ലോ. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. തങ്ങൾ ഒരു വഴിയിൽ നടന്നാൽ ആ വഴി തന്നെ തിരിച്ചറിയുന്നത് കസ്തൂരിയുടെ ഗന്ധം കൊണ്ടാണ്. സ്വഹാബത്ത് എത്തിപ്പെടുന്നത് സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ്. ആ മുത്തുനബി തങ്ങൾ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല, വൃത്തികേടുകൾ പറയുന്നിടത്തിരിക്കൂല. സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവിടെ നിൽക്കാറില്ല. സദസ്സിൽ ഇരിക്കുമ്പോൾ ഔറത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തങ്ങളങ്ങ് മാറിക്കളയും. അത്ര വൃത്തിയോടെ ജീവിച്ച പുണ്യനബി തങ്ങള് വൃത്തികേട് നിറച്ച എന്റെ കൽബിൽ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് ഞാൻ എന്റെ കൽബ് നന്നാക്കണം, എന്റെ കണ്ണ് നന്നാക്കണം, എന്റെ കാത് നന്നാക്കണം, എന്റെ ചിന്ത നന്നാക്കണം, തഖ്വയോടെ ജീവിക്കണം. ഓ ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാക്കരുത്, അനാവശ്യങ്ങളിൽ ഇടപെട്ടു പോകരുത്, ഹറാമുകളിൽ പെട്ടുപോകരുത്, സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ കൂടിയ കാലത്ത് വൃത്തികേടുകളിൽ പെടരുത്. കല്യാണ വീടുകളിൽ അനാവശ്യം നിറഞ്ഞ കാലത്ത് നമ്മൾ അതിന് വിധേയരാകരുത്. മാതാപിതാക്കളെ ഒരാളെയും വെറുപ്പിക്കരുത്. അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കണം. കഴിയുന്ന